ഞാൻ ഇപ്പോൾ ഐകെയറിൽ വന്നേക്കുന്നതാണ് എടപ്പള്ളിയിലുള്ളത്. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഇഷ്യൂ ആയിട്ടാണ് വന്നേക്കണേ. ഇവരുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ലൈൻ വീണു, ഡിസ്പ്ലേ അടിച്ചു പോയി. ഇതിനൊക്കെ 13 Pro, 14 Pro, 15 Proക്കെയാണ് ഇവിടെ വന്ന് കൊണ്ടുകൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു വാറണ്ടി ഇല്ലാത്ത പക്ഷം ഇവരുടെ ആപ്പിളിൻ്റെ എവിടേക്കോ അയക്കണം, അവിടുന്ന് അപ്രൂവൽ കിട്ടണം. ഇത് അയക്കണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. അപ്പോൾ ഇത് അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഈ 2000 തിരിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ 2000 നിങ്ങൾക്ക് തിരിച്ചു തരില്ല, ഞങ്ങളുടെ എന്ത് കൊള്ളയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ നിഫിൻ വ്ളോഗ്സ് ആണ്. ഞാൻ ഇപ്പോൾ ഐകെയറിൽ വന്നേക്കുന്നതാണ് എടപ്പള്ളിയിലുള്ളത്. എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാക്ബുക്ക് സർവീസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ കുറേ പേരെ ഞാൻ പരിചയപ്പെട്ടു. എല്ലാവരും ഒരു ഇഷ്യൂ ആയിട്ടാണ് വന്നേക്കണേ. ഇവരുടെ ഫോൺ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ലൈൻ വീണു, ഡിസ്പ്ലേ അടിച്ചു പോയി. ഇതിനൊക്കെ 13 Pro, 14 Pro, 15 Proക്കെയാണ് കിടക്കുന്നത്. അതൊക്കെ അടിച്ചു പോയി. ഇവർ ഇവിടെ വന്ന് കൊണ്ടുകൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു വാറണ്ടി ഇല്ലാത്ത പക്ഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഇവരുടെ ആപ്പിളിൻ്റെ എവിടേക്കോ അയക്കണം, അവിടുന്ന് അപ്രൂവൽ കിട്ടണം. ഇത് അയക്കണമെങ്കിൽ 2000 രൂപ കൊടുക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു അയച്ചോളൂ, 2000 രൂപ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഈ 2000 തിരിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞത് ഈ 2000 നിങ്ങൾക്ക് തിരിച്ചു തരില്ല, ഞങ്ങളുടെ ചെക്കിങ് സർവീസാണ്. എന്ത് കൊള്ളയാണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് ഇവിടുന്ന് EMIക്ക് സാധനങ്ങൾ എടുത്ത ഫോൺ എടുത്ത പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം പുറത്താണ് അവരെടുക്കുന്നത്. എന്നിട്ടും പോലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ആപ്പിൾ തരുന്ന അപ്ഡേഷനിൽ ഇവർ അപ്ഡേറ്റ് ചെയ്തിട്ട് ലൈവ് വേണ്ടിയിട്ട് ഇവർ ഫ്രീ ആയിട്ട് പോലും ചെയ്തു തരുന്നില്ല. ഭയങ്കര രീതിയിലുള്ള തെണ്ടിത്തരം എന്ന് തന്നെ പറയും. പിന്നെ ഇവിടുത്തെ സർവീസ് വളരെയധികം മോശമാണ്. ഞാൻ എൻ്റെ മാക്ബുക്കും ഐഫോൺസും എല്ലാം സർവീസ് ചെയ്യുന്നത് ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞ ഒരു സർവീസിങ് ഷോപ്പുണ്ട് നമ്മുടെ MG റോഡും കുസാറ്റ് കഴിഞ്ഞിട്ടും. അവിടെയാണ് കൊടുക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെ സർവീസ് വളരെ മോശമാണ്. ഇത് ഇപ്പുണ്ടായ റിയൽ ഇൻസിഡൻ്റാണ്. ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഒരു 10 പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഈ സെയിം ഇഷ്യൂ ലൈൻ വീണത്. വൈകുന്നേരം ഞാൻ മാക്ബുക്ക് കൊടുത്തതിൻ്റെ അപ്ഡേഷൻ എന്തായെന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടി വന്നപ്പോൾ ഒരു 5-6 പേരെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇത് എല്ലാവർക്കും ഇതന്നെ അവസ്ഥ. എന്താ ചെയ്യുക? അപ്പോൾ എല്ലാവരും ഫോൺ എടുക്കുമ്പോൾ ഇന്ത്യൻ ഐഫോൺ എടുക്കാതിരിക്കുക, ഇന്ത്യയിൽ നിന്ന് കാണിക്കുക. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ലൈൻ വീണതെന്നാണ് പറയണത്. എല്ലാവരും എടുക്കുകയാണെങ്കിൽ നമ്മുടെ ദുബായിൽ നിന്നൊക്കെ എടുക്കാം. അവിടെ റിപ്ലിക്കൊക്കെ ഉണ്ട്, പക്ഷേ ഒറിജിനൽ നമുക്ക് നല്ല രീതിയിൽ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്നൊക്കെ എടുത്ത് ഇതൊക്കെ യൂസ് ചെയ്യാം. കാരണം ഒരു അധ്വാനിച്ചായിട്ടാണ് പിള്ളേർ എടുക്കുന്നത് ഈ ഫോൺ. അവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ്.